Good morning. Okay, എല്ലാവർക്കും good morning. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ആദിത്യ ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഒരാൾ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സെക്കൻഡ് അവറിലായിരിക്കും കേട്ടോ ജോബ് സാർ കയറുന്നുണ്ടാവാം. ഇനി ഞാൻ ഫസ്റ്റ് അവർ കയറിയിട്ട് മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. പ്രധാനമായിട്ടും 6 കമ്പോണന്റുകളാണ് ഉള്ളത്. 6 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരം സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അത് നമ്മൾ ഓരോരുത്തരുടെയും സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിച്ചിരുന്നു അല്ലെ. സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് തന്നെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ സാർ, എല്ലാം ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞത് കളർ കോഡാണ് അല്ലെ. കളർ കോഡ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അല്ല, സെക്കൻഡ് അവർ ജോബ് സാറ് കയറും കേട്ടോ. ഇന്നിപ്പോ ജസ്റ്റ് ഒന്ന് ആൾട്ടർ ചെയ്തതാണേ. ഓക്കെ, സാറ് സെക്കൻഡ് അവർ ആയിരിക്കും കേട്ടോ കയറുന്നുണ്ടായിരുന്നു മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് കളർ കോഡാണ് കേട്ടോ. കളർ കോഡുകൾ പ്രത്യേകിച്ച് ISO സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഓരോ മെഡിക്കൽ ഗ്യാസിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കളർ കോഡുകൾ ഏതൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ ആണോ ഇത്രയും ഭാഗങ്ങള്? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ് കേട്ടോ. സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. അപ്പൊ നമ്മള് ഇതുവരെ കളർ കോഡ് വരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. മെഡിക്കൽ ഗ്യാസ് എന്താണ്, പിന്നെ വിവിധ ടൈപ്പിലുള്ള മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസസിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, കളർ കോഡ്, ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് പ്രധാനമായിട്ടും 4 കാറ്റഗറിയിലൂടെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് കേട്ടോ. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസ് ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസുകൾ. അതായത് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ അത് ഒരു പക്ഷെ സിലിണ്ടറിലായിട്ടായിരിക്കും വരുന്നത് അല്ലെ. ഒരു പക്ഷേ സിലിണ്ടറുകളായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഓരോ മെഡിക്കൽ വാതകങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ സിലിണ്ടറിനകത്തുള്ള മെഡിക്കൽ ഗ്യാസുകളുടെ കണ്ടന്റിനെ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ നമ്മൾ കാണുന്നത്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസ്. പിന്നെ പറയുന്നത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ്. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന സുരക്ഷാ പരിശോധനകള്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസുകൾ പ്രവർത്തിക്കുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗപ്പെടുത്തുമ്പോഴും നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്.
അതായത് നമ്മുടെ മെഡിക്കൽ വാതകങ്ങള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഈ രീതിയിൽ 4 ഹെഡിങ്സ് ആയിട്ടാണ് നമ്മൾ ആ ഒരു സേഫ്റ്റി പ്രൊസീജിയറുകളെ നോക്കിക്കാണുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ് കേട്ടോ, കണ്ടന്റുകളെ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്കപ്സ്, ദാറ്റ് മീൻസ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ വാതകങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകള്, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്, മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും എടുക്കേണ്ട നടപടിക്രമങ്ങള്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഷിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഷിഫ്റ്റ് മീൻസ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. മെഡിക്കൽ വാതകങ്ങൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ 4 ഹെഡിങ്സിലൂടെയാണ് നമ്മൾ അത് നോക്കിക്കാണുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ നമുക്ക് നോക്കാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് കേട്ടോ. കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കണ്ടന്റ്സ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. അതായത് ഓരോ ഗ്യാസ് സിലിണ്ടറിലുള്ള കണ്ടന്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെ. ഇപ്പൊ ഓരോ സിലിണ്ടർ വരുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ഗ്യാസ് ആണോ, അതോ നൈട്രസ് ഓക്സൈഡ് ആണോ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അല്ലെങ്കിൽ വാക്വം ആണോ? അപ്പൊ അങ്ങനെ ഓരോ ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള കണ്ടന്റുകൾ എന്താണെന്നുള്ളത് എന്താണ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെ, കൃത്യമായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഓരോ മെഡിക്കൽ ഗ്യാസിനും അതിൻ്റെതായ ചില സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തിന് അതിൻ്റെതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന് വേറൊരു തരത്തിലായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ മെഡിക്കൽ ഗ്യാസുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സവിശേഷതകൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. അതുകൊണ്ട് തന്നെ ഓരോ സിലിണ്ടറിലുള്ള മെഡിക്കൽ വാതകങ്ങളെ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ISO സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കളർ കോഡിംഗ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു കളർ കോഡിങ്ങിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും കണ്ടന്റുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പൂർണ്ണമായിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ, വളരെ വിശ്വാസ്യതയുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കളർ കോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് കണ്ടന്റുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. റീസൺ എന്താണ്? സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. ഈ സിലിണ്ടർ കളറുകൾ ചിലപ്പോൾ ഓരോ സപ്ലയർ മാറുന്നതിനനുസരിച്ച് ഈ കളർ കോഡിങ്ങിൽ ചിലപ്പോൾ വ്യത്യാസം വരും. കാര്യം ISO സ്റ്റാൻഡർഡൈസ്ഡ് പ്രകാരമുള്ള കളർ കോഡിംഗ് ആണ്, അതിൽ ഒട്ടുമിക്കതിനും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കണ്ടന്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ചിലപ്പോൾ സപ്ലയറുകൾ മാറുന്നതിനനുസരിച്ച് അവരൊരു പക്ഷെ ഡിഫറെന്റ് കളർ കോഡുകൾ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ഓക്കെ, അപ്പൊ അതിനെ മാത്രം നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം നമ്മള് നോക്കാം, ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് എനി മാർക്കിങ്സ്, ടാഗ്സ് ഓർ സ്റ്റെൻസിൽ മാർക്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് അറ്റാച്ച്ഡ് ബൈ ദ ഗ്യാസ് വെൻഡർ. ഗ്യാസ് വെൻഡർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് വിൽപ്പനക്കാരാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന കണ്ടന്റുകൾ, സിലിണ്ടറിനകത്തുള്ള കണ്ടന്റുകളെ തിരിച്ചറിയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാർക്കിങ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാഗുകളോ പെൻസിൽ മാർക്കുകളോ ഇതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ഫിഗർ ചെയ്യാനോ രൂപഭേദം വരുത്താനോ പാടുള്ളതല്ല. ഓക്കെ, ഒരു സിലിണ്ടർ വരുമ്പോൾ അതിന്റെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടാഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കിങ്സോ ലേബലുകളോ അതിനോടനുബന്ധിച്ചുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും രൂപഭേദം വരുത്താനോ രൂപമാറ്റം വരുത്താനോ പാടുള്ളതല്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കളർ കോഡ് മാത്രം ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് കണ്ടന്റിന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം സപ്ലയർ ടു സപ്ലയറിലോട്ട് മാറുമ്പോൾ കളർ കോഡിങ്ങിന് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പൊ പിന്നെ നമുക്ക് കണ്ടന്റുകൾ തിരിച്ചറിയാൻ എന്താണ്, ഈ ഗ്യാസ് വെൻഡർ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ചില ടാഗുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ടാഗുകളിൽ അതിന്റെ കണ്ടന്റിനെ പറ്റിയുള്ള ഡീറ്റെയിലും മറ്റും കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ടാഗുകളോ മാർക്കിങ്സുകളോ ഒന്നും നമ്മൾ റിമൂവ് ചെയ്യാനോ ഡിസ്ഫിഗർ ചെയ്യാനോ പാടുള്ളതല്ല. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, cylinders which do not have a clearly written stamped or stenciled identification of the condenser should not be used and the gas vendor should be contacted for the removal.
എന്താണ് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന കണ്ടന്റുകളെ വ്യക്തമായിട്ട് കണ്ടന്റുകൾ തിരിച്ചറിയുന്നതിനായിട്ട് വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്തതോ അല്ലാത്ത സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളത്. ഓക്കെ, മനസ്സിലായോ? കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലാത്തതോ അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്യാത്തതോ സ്റ്റെൻസിൽ ചെയ്യാത്തതോ ആയിട്ടുള്ള സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ദ ഗ്യാസ് വെൻഡർ ഷുഡ് ബി കോൺടാക്റ്റഡ് ഫോർ ദ റിമൂവൽ. എത്രയും പെട്ടെന്ന് നമ്മൾ ഗ്യാസ് വെൻഡർ എന്ന് വെച്ചാൽ ഗ്യാസ് വിൽപ്പനക്കാരനെ കോൺടാക്ട് ചെയ്തിട്ട് ആ സിലിണ്ടറുകൾ നമ്മൾ മാറ്റി വാങ്ങേണ്ടതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? റീഡ് ദ MSDS ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. അപ്പൊ നോക്കാം, MSDS അതിന്റെ ഫുൾ ഫോം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ ജിസ്ക. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണോട്ടോ, പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് MSDS? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ്. ഇതൊരു ഷീറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ ഓർ കെമിക്കൽ പ്രോഡക്റ്റ്. അതായത് അതിനകത്തുള്ള ആ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കെമിക്കൽ പ്രോഡക്റ്റ് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിനെ പറ്റിയുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഷീറ്റാണത്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. കാരണം ആ ഷീറ്റിനകത്ത് എന്താണ്, അതിനകത്തുള്ള കണ്ടന്റുകൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിന്റെ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻസും ഈ ഒരു ഷീറ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കൃത്യമായിട്ട് വായിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഗ്യാസുകളിലും അത് ലേബൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എളുപ്പമുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ് ആണ് കേട്ടോ. കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഓരോ ഗ്യാസിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. ഒരിക്കലും നമുക്ക് കളർ കോഡിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ചിലപ്പോൾ സപ്ലയറുകളിൽ നിന്ന് മാറുന്നതിനനുസരിച്ച് കളർ കോഡിങ്ങിൽ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ വന്നേക്കാം. എപ്പോഴും വരുന്നു എന്നല്ല പറയുന്നത്, വന്നേക്കാം. അപ്പൊ അതിനെ മാത്രം ആശ്രയിച്ചിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ടാഗുകളോ മാർക്കിങ്സുകളോ സ്റ്റെൻസിൽ മാർക്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ഫിഗർ ചെയ്യാനായിട്ട് രൂപഭേദം വരുത്താനോ പാടുള്ളതല്ല കേട്ടോ. അതുപോലെ കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലാത്തതോ മാർക്ക് ചെയ്യാത്തതോ ഒക്കെ ആയിട്ടുള്ള സിലിണ്ടറുകൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. അത് എത്രയും പെട്ടെന്ന് ഗ്യാസ് വെൻഡറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ സിലിണ്ടറുകൾ നമ്മൾ മാറ്റി വേവിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഓരോ സിലിണ്ടറുകളുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. അതെന്താണെന്ന് മനസ്സിലായത്? ഷീറ്റ് അത് ഒരു എന്താ, ഇറ്റ് ഗിവ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ കേട്ടോ. ആ മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻസും എഴുതിയിട്ടുള്ള ഒരു ഷീറ്റാണ്. അപ്പൊ അത് നല്ലപോലെ വായിച്ചതിന് ശേഷം നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഗ്യാസുകളിലും അത് കൃത്യമായിട്ട് നമ്മളത് ലേബൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെയാണ്? മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ? എല്ലാ പോയിന്റും ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ അല്ലാത്തതുണ്ടോ? ഓക്കെയാണ്, ശരി. അടുത്ത നോക്കാം കേട്ടോ. ഇതൊക്കെ എളുപ്പമുള്ള പോയിന്റുകളാണ് കേട്ടോ. അടുത്ത നോക്കുക, ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് കേട്ടോ. ഇനി നമ്മൾ ഇത്തരം മെഡിക്കൽ വാതകങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില സുരക്ഷാ പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കുക കേട്ടോ. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് അല്ലെ. ഓരോ മെഡിക്കൽ സിലിണ്ടർ, ഓരോ ഗ്യാസ് സിലിണ്ടറുകളും വളരെ സുരക്ഷിതമായിരിക്കണം അല്ലെ. വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് അല്ലെ. വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പിന്നെ എന്താണ്? നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഇസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ ടു എക്യുപ്മെന്റ്. അതായത് നമ്മളിപ്പോ ഒരു സിലിണ്ടർ ഒരു റെഗുലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആ സിലിണ്ടറുകളുടെ വാൽവുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മനസ്സിലായല്ലോ? അതായത് സിലിണ്ടർ ഒന്നില്ലെങ്കിൽ റെഗുലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിട്ടോ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അതിന്റെ വാൽവ് ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതേസമയം റെഗുലേറ്റർ ആയിട്ട് എക്യുപ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ വാൽവ് ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ.
അടുത്ത നോക്കുക, ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം കേട്ടോ. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കുകൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് പരിശോധിക്കാനായിട്ട് പാടില്ല. ലീക്ക് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ എന്താ പറയാ ഫ്ലെയിം കത്തിച്ച് നോക്കിയോ ആ രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലീക്ക് എന്താ പറയാ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ലീക്കുകൾ എന്ത് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അടുത്തത് ഇതാണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ദ വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ് കേട്ടോ. എപ്പോഴും നമ്മളൊരു വാൽവുകൾ തുറക്കുകയാണെങ്കിലും അടയ്ക്കുകയാണെങ്കിലും ഒരു റീസണബിൾ ഫോഴ്സ് മാത്രം നമ്മൾ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ചില ആളുകൾ ചിലൊരു വാൽവൊക്കെ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് ഒക്കെ ഉപയോഗിക്കും. അതിന്റെ ആവശ്യമില്ല. ഒരു റീസണബിൾ ഫോഴ്സ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാൽവുകൾ തുറക്കുക, അടയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ നോക്കാം, ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവിക്ക് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവിക്ക് ക്ലോക്ക് വൈസ്. എന്താണ് പറയുന്നത്? ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവിക്ക് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിലോട്ടാണ്. അറിയാലോ, ആന്റി ക്ലോക്ക് വൈസ് മീൻസ് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ തിരിക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് ഓർത്താൽ മതി എന്നറിയോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടർ ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു മഞ്ഞ കളർ റെഗുലേറ്റർ, ആ റെഗുലേറ്ററിന്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ടല്ലേ അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ടാണ് നമ്മൾ ആ റെഗുലേറ്റർ അല്ലെങ്കിൽ ആ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അല്ലെ. ഇനി ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാ? ക്ലോക്ക് വൈസ് തിരിച്ചിട്ടാണ് അല്ലെ. റൈറ്റിലോട്ട് തിരിച്ചിട്ട് ആ ചെരിഞ്ഞിരിക്കുന്നതല്ലേ ഓഫ് ആക്കി വെക്കുന്നത് നമ്മള്. അത് മാത്രം ആലോചിച്ച് നമുക്കത് കിട്ടും കേട്ടോ. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവിക്ക് ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ടാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവിക്ക് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് മീൻസ് റൈറ്റിലോട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അറിയാലോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ, വീട്ടിലെ നമ്മുടെ പാചകവാതക സിലിണ്ടറിന്റെ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. അടുത്ത് നോക്കുക, ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയാ വാതക സിലിണ്ടറുകള് സ്റ്റോറേജ് ഏരിയ അത് എപ്പോഴും എന്തായിരിക്കണം? വളരെ സേഫ് ആയിരിക്കണം കേട്ടോ, വളരെ സുരക്ഷിതമായിരിക്കണം. വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം, അത്യാവശ്യം വായു പ്രവാഹം ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം, ഏതൊരു സമയത്തും അത് വളരെ വൃത്തിയുള്ളതായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ദ ഗ്രൗണ്ട് സർഫസ് ഷുഡ് ബി ഫെയർലി ലെവൽ ആൻഡ് ഫേം, ബ്രാക്കറ്റില് പ്രിഫറബിളി കോൺക്രീറ്റ് ദാറ്റ് അലൗസ് ഫോർ ഈസി ട്രോളി ആക്സസ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രൗണ്ട് സർഫസ്, നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് സർഫസ് എപ്പോഴും എന്തായിരിക്കണം? ഫെയർലി ലെവൽ ആൻഡ് ഫേം ആയിരിക്കും. അതായത് ഒരേ നിലയിലുള്ളതായിരിക്കും. ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഏരിയയോ അങ്ങനെ ആവരുത്. ഫെയർലി ലെവൽ ആയിരിക്കണം, ഒരേ ലെവലിലായിരിക്കണം ആ ഒരു ഗ്രൗണ്ട് സർഫസ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അത്യാവശ്യം ഫേം ആയിരിക്കണം, അതായത് അത്യാവശ്യം കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ അത്രയും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് അലൗസ് ഫോർ ഈസി ട്രോളി ആക്സസ്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ട്രോളി ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ സിലിണ്ടറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യിക്കുന്നത് ഇത്തരം ട്രോളികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ട്രോളിക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കണമെങ്കിൽ ആ ഗ്രൗണ്ട് സർഫസ് എപ്പോഴും ഫെയർലി ലെവൽ ആൻഡ് ഫേം ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ അല്ലേ? എളുപ്പമുള്ളതല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്തത് കേട്ടോ, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ആണ്. അതായത് നമ്മൾ ഇത്തരം മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തത്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്. എന്താണ് പറയുന്നത്? ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? വെർട്ടിക്കൽ പൊസിഷനിൽ, നമ്മൾ നിവർത്തി വെച്ച്, വെർട്ടിക്കൽ പൊസിഷൻ അറിയാലോ നിങ്ങൾക്ക്, നിവർത്തി വെച്ച് വേണം സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അല്ലാണ്ട് കിടത്തിയോ അല്ലെങ്കിൽ ചെരിച്ചു വെച്ചോ അല്ല നമ്മൾ സിലിണ്ടറുകൾ ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്. മറ്റൊരു തരത്തിലും മറ്റേതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കാത്ത പക്ഷം എല്ലാ ഗ്യാസ് സിലിണ്ടറിലും നമ്മൾ
വെർട്ടിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ നിവർത്തി വെച്ചുകൊണ്ട് വേണം നമ്മൾ വാതക സിലിണ്ടറുകൾ ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അടുത്തത് എന്താണ്? ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം ഫാളിംഗ് ഓവർ. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലാണല്ലോ ഉപയോഗിക്കുന്നത്, നിവർത്തി വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുകളിലേക്കൊക്കെ വീഴാതിരിക്കാനായിട്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ അതിനെ എന്ത് ചെയ്തിരിക്കണം? റെഗുലേറ്റ് ചെയ്തിരിക്കണം, സുരക്ഷിതമായിട്ട് നമ്മൾ വെച്ചിരിക്കണം. കാരണം നിവർന്നിരിക്കുന്ന സിലിണ്ടർ ആണ്, ചിലപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ മേലേക്ക് വീഴാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ സിലിണ്ടറുകളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ, നിയന്ത്രിക്കണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. Cylinders must always be secured to a trolley when being shifted. അതുപോലെ സിലിണ്ടറുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ട്രോളി ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ സിലിണ്ടറുകൾ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ അത് പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോവുകയോ ഡ്രാഗ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ട്രോളി, വീടുകളിൽ നമ്മൾ ട്രോളി ഉപയോഗിക്കാറുണ്ട് അല്ലെ, വാതകം ഈ പറയുന്ന സിലിണ്ടർ കൊണ്ടുപോകാൻ പൊക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം സിലിണ്ടർ വെക്കുന്ന ഒരു ട്രോളി നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെ, അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആ രീതിയിൽ വേണം നമ്മൾ സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, കുറച്ച് സ്പീഡിലാണ് കേട്ടോ പറയുന്നത്, അതായത് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളും പോയിന്റുകളൊക്കെയാണ് പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് ഇതാണ്. മേക്ക് ഷുവർ ദാറ്റ് ദ സിലിണ്ടർ ഓർ ഗ്യാസ് ഇസ് അറ്റ് ദ റൈറ്റ് വൺ for the intentional use. എന്താണ് പറയുന്നത്? മേക്ക് ഷുവർ ദാറ്റ് സിലിണ്ടർ ഓർ ഗ്യാസ് ഇസ് ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റൻഷണൽ യൂസ്. ഓരോ വാതക സിലിണ്ടറുകളും ഓരോ മെഡിക്കൽ വാതകങ്ങളും അതിൻ്റെതായ പർപ്പസിന് വേണ്ടി അതിൻ്റെതായ ഇന്റൻഷണൽ യൂസിന് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓരോ മെഡിക്കൽ വാതകങ്ങൾക്കും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ റീസസിറ്റേഷൻ ഇൻഹേലേഷൻ ഉപയോഗിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ ഇൻസഫ്ലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഓരോ മെഡിക്കൽ വാതകങ്ങളും അതിൻ്റെതായ ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തില് മെഡിക്കൽ വാതകങ്ങൾ അതിൻ്റെതായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വാതകങ്ങൾ ഒരിക്കലും വേറെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്റൻഷണൽ യൂസിന് തന്നെ അതിന്റെ പർപ്പസിന് എന്തിനാണോ അതിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമാണ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് സോർട്ട് ഔട്ട് ആൻഡ് ഒബിയസ്ലി മാർക്ക് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ് കേട്ടോ. അതുപോലെ ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകള്, കാലിയായിട്ടുള്ള സിലിണ്ടറുകള് നമ്മൾ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യണം കേട്ടോ, തരംതിരിച്ച് വെച്ചിരിക്കണം കേട്ടോ. മാർക്ക് ചെയ്ത് തരംതിരിച്ച് തന്നെ വെക്കണം, എല്ലാം മിക്സ് ചെയ്ത് വെക്കരുത്. കാലിയായിട്ടുള്ള സിലിണ്ടറുകള്, ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകള് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് തരംതിരിച്ച് വേണം വെക്കാനായിട്ട് കേട്ടോ. പിന്നെ പറയുന്നത് be dressed in appropriate personal protective equipment like safety shoes and safety spectacles. അതുപോലെ ഇത്തരം മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്ന് പറഞ്ഞ സേഫ്റ്റി ഷൂസുകള്, സേഫ്റ്റി സ്പെക്ടക്കിൾസ് അല്ലെ, സുരക്ഷാ ഷൂസുകള്, സുരക്ഷാ കണ്ണടകള്, ഇങ്ങനെയുള്ള വ്യക്തിഗത സംരക്ഷണ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ മെഡിക്കൽ വാതകങ്ങള് കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നെവർ റോൾ, ഡ്രാഗ് ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ് ഓർ അലൗ ദം ടു സ്ട്രൈക്ക് ഈച്ച് അതർ. എന്താണ് പറയുന്നത്? നെവർ റോൾ, ഡ്രാഗ് ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ് ഓർ അലൗ ദം ടു സ്ട്രൈക്ക് ഈച്ച് അതർ. ഒരു കാരണവശാലും സിലിണ്ടറുകൾ നമ്മൾ റോൾ ചെയ്യാനോ ഉരുട്ടാനോ അല്ലെങ്കിൽ വലിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല കേട്ടോ. പരസ്പരം കൂട്ടിയിടിക്കുന്ന രീതിയിലൊന്നും നമ്മൾ സിലിണ്ടറുകൾ വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ്. അപ്പൊ നമ്മൾ സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? വാൽവുകൾ എപ്പോഴും നമ്മൾ ടേൺ ഓഫ് ചെയ്ത് വെക്കണം അല്ലെ, ക്ലോസ് ചെയ്ത് നമ്മൾ വെക്കണം കേട്ടോ. ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സിലിണ്ടർ വാൽവുകൾ നമ്മൾ എപ്പോഴും അടച്ച് വെക്കണം കേട്ടോ, ടേൺ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ പറയുന്നത് when the cylinder is not in use, the valve protection cap shall be in place to protect the valve. അതും കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വാൽവുകൾ ഓഫ് ചെയ്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു.
അതുകൂടാതെ വാൽവുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ പ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും കയ്യോ കാലോ തട്ടിയിട്ടൊക്കെ വാൽവുകൾ അറിയാതെ ഓപ്പൺ ആവരുത്. അതുകൊണ്ട് വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ അതിന്റെ മുകളിൽ വെക്കുന്നത് കുറെ കൂടെ സേഫ്റ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്യാസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണോ? എല്ലാ പോയിന്റും ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ അല്ലാത്തത് എന്തെങ്കിലും പറയുന്നു കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾ ഓക്കെ പറയുമ്പോൾ മനസ്സിലായി എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ല അതുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത നോക്കാം നമുക്ക് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് കേട്ടോ. അതായത് മെഡിക്കൽ വാതകങ്ങൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം, വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് എ സിലിണ്ടർ ട്രോളി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. നമ്മൾ എപ്പോഴും സിലിണ്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രോളി നമ്മൾ ഉപയോഗിക്കാം കേട്ടോ. അതായത് സിലിണ്ടറുകളെ നമ്മൾ പറഞ്ഞല്ലോ, ഒരിക്കലും അത് ഡ്രാഗ് ചെയ്യാനോ റോൾ ചെയ്യാനോ അങ്ങനെയൊന്നും ഡ്രോപ്പ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രോളി നമ്മൾ ഉപയോഗിക്കാം. ട്രോളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ നമുക്ക് കുറെ കൂടെ ഈസി ആയിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്, യൂസ് ആപ്റ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു ദ സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിങ്. ഓക്കെ, അപ്പൊ സിലിണ്ടറുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അനുയോജ്യമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്പുകൾ കവറുകളൊക്കെ ഉപയോഗിക്കുന്നു കേട്ടോ. വാൽവിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്പുകളും കവറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഷിഫ്റ്റ് ദ സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്സ്, ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ് കേട്ടോ. ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്പ്, എപ്പോഴും നമ്മൾ വാൽവ് ക്യാപ്പുകൾ വെച്ചുകൊണ്ട് വേണം സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വാൽവ് ക്യാപ്പ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത്തരം വാൽവ് ക്യാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ്. ഒരു കാരണവശാലും നമ്മൾ ആ ക്യാപ്പുമ പിടിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, സിലിണ്ടറുകളെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുന്നില്ല. കാരണം അതിന് മാത്രമുള്ള വാല്യൂ അതിനില്ല. വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽവ് ക്യാപ്പ് വെക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ആ വാൽവ് ക്യാപ്പുമ പിടിച്ചുകൊണ്ട് ഒരിക്കലും സിലിണ്ടറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുന്നില്ല. ഓക്കെ, അടുത്തത് എന്താണ്, ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. അതുപോലെ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യരുത് കേട്ടോ. റെഗുലേറ്റർ അപ്പൊ ഊരി വെച്ചുകൊണ്ട് വേണം നമ്മൾ സിലിണ്ടറിനെ എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ സിലിണ്ടറിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുന്നതല്ല. അടുത്ത നോക്കൂ, സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. ഓക്കെ, അത്രയും മതി. സ്റ്റോറേജിന് വേണ്ട അപ്രൈറ്റ് സ്റ്റോറേജ് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ. അതായത് സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ വെർട്ടിക്കൽ പൊസിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് കേട്ടോ. സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട്. അല്ലാണ്ട് അതിനെ കിടത്തി വെക്കുക, ചെരിച്ച് വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നിവർത്തി തന്നെ അപ്രൈറ്റ് പൊസിഷനിൽ വേണം നമ്മുടെ സിലിണ്ടറുകൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്. അടുത്തത്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. ഒരിക്കലും നമ്മളെ ഗ്യാസ് സിലിണ്ടറുകൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടുന്നില്ല കേട്ടോ. പിന്നെ പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ഷോർട്ട് ടേം നീഡ്സ്. അതായത് ഒരു ഷോർട്ട് ടേം നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഷോർട്ട് ടേം നീഡ്സിന് മാത്രം ആവശ്യമായിട്ടുള്ള അതിനനുസരിച്ചുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതിയാവും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിലിണ്ടറുകൾ നമ്മൾ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കരുത്. നമുക്ക് അത്യാവശ്യം വേണ്ട ഷോർട്ട് ടേം നീഡ്സിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് കൊണ്ട് മാത്രം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് വെക്കാനായിട്ട് പാടും. ഓക്കെ, അടുത്തത് എന്താണ്,
properly secure the cylinder at all times, straps, belt or chains. എപ്പോഴും നമ്മൾ സിലിണ്ടറുകള് ഇങ്ങനെ സ്ട്രാപ്പുകള്, ബെൽറ്റുകള്, ചെയിനുകളൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനായിട്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും സിലിണ്ടറുകൾ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലാണ് വെക്കുന്നത്. അപ്പൊ അത് താഴേക്കോ നമ്മുടെ മുകളിലേക്കോ ഒന്നും വീഴാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ബെൽറ്റ്, അതുപോലെ തന്നെ ചെയിനുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്, അതേസമയം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബെൽറ്റ്, ചെയിനുകൾ, സ്ട്രാപ്പുകളൊക്കെ ഉപയോഗിച്ച് വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ അതിനെ എന്ത് ചെയ്യാനായിട്ട്, പ്ലേസ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, എളുപ്പമുള്ള പോയിന്റുകളാണ്. അടുത്തത് എന്താണ്? സ്റ്റോർ ദ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ, dry, well ventilated areas, away from unsuitable materials and ignition sources. കേട്ടോ. അതുകൂടാതെ സിലിണ്ടറുകൾ എപ്പോഴും അത്യാവശ്യം കൂൾ ആയിട്ടുള്ള, വെൽ വെന്റിലേറ്റഡ് ആണ്, അത്യാവശ്യത്തിന് വായു പ്രവാഹവും അതുള്ള ഒരു സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇഗ്നീഷ്യൻ സോഴ്സസ്, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും മെറ്റീരിയൽസുകളോ അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും മെറ്റീരിയൽസുകളുടെ ഒന്നും സാന്നിധ്യത്തിൽ ഒരിക്കലും നമ്മൾ സിലിണ്ടറുകൾ സൂക്ഷിക്കാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. എപ്പോഴും വളരെ കൂൾ ആയിട്ടുള്ള, കാരണം ഭയങ്കര ചൂടുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തീ പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും കൂൾ ആയിട്ടുള്ള, അത്യാവശ്യ വായു പ്രവാഹം ഉള്ളതും അതുപോലെ തന്നെ മറ്റുള്ള ഇഗ്നീഷ്യൻ സോഴ്സുകളും അൺസ്യൂട്ടബിൾ മെറ്റീരിയൽസും ഒക്കെ ഇല്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അടുത്തത് എന്താണ്? ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from the sources of ignition, other flammable materials or oxygen cylinders. സെയിം പോയിന്റ് തന്നെയാണ്. ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇഗ്നീഷ്യൻ സോഴ്സസ്, പ്രത്യേകിച്ച് തീ പിടിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ, ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്, അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ, അതിൽ നിന്നൊക്കെ അകലെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകളെ സ്റ്റോർ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തീ പിടിക്കാൻ ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ അടുത്തൊന്നും കൊണ്ട് സിലിണ്ടറുകൾ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ, അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം അല്ലെ, ഓക്സിജൻ എന്ന് പറഞ്ഞ എന്താണ്? കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ശരിയല്ലേ? ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. എന്തെങ്കിലും കാരണവശാൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞെങ്കിൽ, പെട്ടെന്ന് ഒരു ചെറിയൊരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ അടുത്തുണ്ടെങ്കിൽ അത് കുറെ കൂടെ ആ തീന് എന്ത് ചെയ്യും? തീ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. പെട്ടെന്ന് തീ പിടിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കൂടും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് അതിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകളെ സൂക്ഷിക്കാനായിട്ട്. അടുത്ത പോയിന്റ് ഇതാണ്. when not in use, store the gas cylinder safely and should be properly restrained. അതായത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ സിലിണ്ടറുകൾ വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ശരിയായ രീതിയിൽ വേണം നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും വരെ പഠിച്ചത് എന്താണ്? ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്ര എല്ലാ പോയിന്റുകളും ഒക്കെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതൊന്നും കാണാണ്ട് പഠിക്കേണ്ടത്, നമുക്കറിയാവുന്ന, നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പുതിയ പോയിന്റുകളൊന്നും അതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് ആണ് കേട്ടോ. സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റർ, റെഗുലേറ്ററുകളുടെ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് റെഗുലേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. A regulator is a device, underline ചെയ്യാം കേട്ടോ. A regulator is a device that accepts gas at a high pressure and lessens it to a much lower working pressure. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാല്? A regulator is a device that accepts gas at a high pressure and lessens it to a much lower working pressure. അതായത് റെഗുലേറ്റർ എന്ന് പറഞ്ഞാല് ഉയർന്ന മർദ്ദത്തില് വാതകത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് കുറയ്ക്കുന്ന ഒരു ഡിവൈസ്, ഒരു ഉപകരണമാണിത് റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റ് ചെയ്യാണ് അല്ലെ. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന മർദ്ദത്തില്, ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദത്തിലെ വാതകത്തിനെ സ്വീകരിക്കുന്നു, അതിനുശേഷം അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. പലതവണ ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. ഗ്യാസ് എന്നാണ് കേട്ടോ, ഗസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഗ്യാസ് എന്നാണ് കേട്ടോ. റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക്. ഓരോ റെഗുലേറ്ററുകളും എന്താണ്? വാതക നിർദ്ദിഷ്ടമാണ്, ഗ്യാസ് സ്പെസിഫിക് ആണ്. എന്താണ് ഗ്യാസ് സ്പെസിഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത്
ഓരോ മെഡിക്കൽ വാതകങ്ങൾ വളരെ കാര്യക്ഷമമായിട്ടും വളരെ സുരക്ഷിതമായിട്ടും ഉപയോഗിക്കുന്നതിന് അതിനനുസരിച്ചുള്ള റെഗുലേറ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഓരോ മെഡിക്കൽ വാതകങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റെഗുലേറ്ററുകൾ വേണം ഉപയോഗപ്പെടുത്താനായിട്ട്. എന്ന് വെച്ചാൽ അത്രയും സേഫ് ആയിട്ടും അത്രയും ഇഫക്റ്റീവ് ആയിട്ടും ഓരോ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് മറ്റു തരത്തിലുള്ള വാതകങ്ങളുമായിട്ട് റെഗുലേറ്ററുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന് ഉപയോഗിക്കുന്ന റെഗുലേറ്റർ എടുത്തിട്ട് നമുക്ക് നൈട്രസ് ഓക്സൈഡ് വാതകത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഈ നൈട്രസ് ഓക്സൈഡ് വാതകത്തിന് ഉപയോഗിക്കുന്ന റെഗുലേറ്റർ വെച്ചിട്ട് നമുക്ക് ലിക്വിഡ് നൈട്രജൻ ഗ്യാസിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ആ രീതിയിൽ ഗ്യാസ് സ്പെസിഫിക് ആണ്. ഓരോ ഗ്യാസും ഉപയോഗിക്കാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റ് വാതക സിലിണ്ടറുകൾക്ക് അത് ചിലപ്പോൾ അനുയോജ്യമാകുന്നില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക് ആണ്. ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദ ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. ഓരോ സിലിണ്ടറിലെയും ഗ്യാസിന് അനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകൾ, പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അടുത്ത എന്താണ് പറയുന്നത്? ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. ഓക്കെ, നമ്മൾ പറഞ്ഞു റെഗുലേറ്റർ ഗ്യാസ് സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലേറ്റർ സിലിണ്ടറിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും റെഗുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അതായത് ഗ്യാസിന് പറ്റിയ റെഗുലേറ്റർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇഫ് ദ കണക്ഷൻസ് ഡു നോട്ട് ഫിറ്റ് ടുഗദർ റെഡിലി the wrong regulator is being used. അപ്പൊ നമ്മൾ ഈ കണക്ഷൻസ് ഇടുന്ന സമയത്ത് ഈ പെട്ടെന്ന് കണക്ഷൻസ് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ, പെട്ടെന്ന് കണക്ഷൻസ് ശരിയാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? തെറ്റായ റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ റെഗുലേറ്റർ കറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കണക്ഷൻ നമുക്ക് പെട്ടെന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പൊ കണക്ഷൻസ് ഡു നോട്ട് ഫിറ്റ് ടുഗദർ റെഡിലി, പെട്ടെന്ന് കണക്ഷൻസ് ശരിയാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ റെഗുലേറ്റർ പ്രോപ്പർ ആയിരിക്കില്ല കേട്ടോ. റെഗുലേറ്റർ റോങ് റെഗുലേറ്റർ ആയിരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ബിഫോർ എ റെഗുലേറ്റർ ഇസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് all pressure from the regulator before a regulator is removed from it. അത് വേണ്ട, അത് ഒറ്റ സെന്റൻസ് ഇവിടെ വരാൻ മതി കേട്ടോ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. ഇത്രയും പറഞ്ഞാൽ മതി. ബിഫോർ എ റെഗുലേറ്റർ ഇസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. ഫുൾ സ്റ്റോപ്പ് ഇടുക. അതായത് നമ്മളൊരു സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ റെഗുലേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ആ സിലിണ്ടർ നമ്മൾ ക്ലോസ് ചെയ്യണം. അതായത് സിലിണ്ടർ നമ്മൾ അടയ്ക്കണം, വാൽവ് ക്ലോസ് ചെയ്തിട്ട് ആ റെഗുലേറ്ററിലുള്ള എല്ലാ പ്രഷറിനെയും നമ്മൾ റിലീസ് ചെയ്ത് കളയണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെഗുലേറ്റർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അതായത് സിലിണ്ടറിൽ പോയിട്ട് ഓടിപ്പോയിട്ട് നമ്മൾ റെഗുലേറ്റർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ? ഇല്ല, ആദ്യം തന്നെ നമ്മൾ അത് ഓഫ് ചെയ്യണം. സിലിണ്ടർ ഓഫ് ചെയ്യണം. എന്നിട്ട് ആ റെഗുലേറ്ററിലുള്ള പ്രഷർ കംപ്ലീറ്റ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ റെഗുലേറ്റർ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അടുത്തത് റെഗുലേറ്റേഴ്സ് ഷാൾ ബി റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട് കേട്ടോ. അത് നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഒരിക്കലും നമ്മൾ റെഗുലേറ്റർ ഘടിപ്പിച്ചുകൊണ്ട് സിലിണ്ടറിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്താണ് റെഗുലേറ്ററിൽ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ സിലിണ്ടറുകൾ അതെ സഫീറ, കിച്ചണിലെ കാര്യം തന്നെ ഓർത്താൽ മതി കേട്ടോ. നമുക്കിപ്പോ മെഡിക്കൽ സിലിണ്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ഓർത്താൽ മതി? നമ്മുടെ വീട്ടിലെ പാചകവാതക സിലിണ്ടർ ഇല്ലേ, അത് തന്നെ ഓർത്താൽ മതി. ഓർത്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. റെഗുലേറ്ററുകൾ എപ്പോഴും റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? അടുത്തത് കേട്ടോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ നേരത്തെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിൽ പറഞ്ഞിരുന്നുണ്ട്. ഇത്രയും മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE when discharging lab operation task that involves compressed gases. കേട്ടോ, ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകളുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട് അല്ലെ, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ധരിക്കാം. ലോങ് പാൻസുകൾ, ഫുൾ ലെങ്ത് പാന്റുകൾ, ദാറ്റ് കവേർഡ് ടോ ഷൂസ് ആയിട്ട് നമ്മുടെ എന്താ പറയുക വിരലുകൾ വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഷൂസുകൾ, സേഫ്റ്റി ഷൂസുകൾ, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസുകൾ അല്ലെ, സുരക്ഷാ കണ്ണടകള്, ഗ്ലൗസുകൾ ഇതെല്ലാം ധരിച്ചിരിക്കണം അല്ലെ. ഇതൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്
പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളാണ്. അപ്പൊ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം നമ്മള് മെഡിക്കൽ ഗ്യാസുകൾ കൈകാര്യം ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ കടക്കുകയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ് കേട്ടോ. അതായത് ഈ ഒരു സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, പ്രധാനമായിട്ടും 2 സ്റ്റാഫുകളുടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്ന് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി, മറ്റൊന്ന് മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ 2 സ്റ്റാഫുകളുടെയാണ് നമുക്ക് പഠിക്കാനായിട്ട് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒന്ന് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി, രണ്ടാമത്തത് മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കാം, ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആർ ടു. ഓക്കെ, സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എളുപ്പമുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് the staff in their charge receive appropriate training specific to the compressed gases they handle and use. അപ്പൊ ഇത് സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. കാര്യം എന്താണ്, അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അത് സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. കാര്യം അദ്ദേഹം സൂപ്പർവൈസർ ആണ്, ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം അല്ലെ. അദ്ദേഹത്തിന്റെ കീഴിൽ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതാണ് ആ പോയിന്റ്. മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് റിസീവ് ദ അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സ്പെസിഫിക് ടു ദ കംപ്രസ്ഡ് ഗ്യാസസ് ദേ ഹാൻഡിൽ ആൻഡ് യൂസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് compressed gases are used only for their intentional purpose and in accordance with the defined procedures and rules. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഓരോ കംപ്രസ്ഡ് ഗ്യാസുകളും അതിൻ്റെതായ പർപ്പസിന് തന്നെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം. അതായത് മിസ്യൂസ് ചെയ്യാനൊന്നും പാടില്ല. മെഡിക്കൽ വാതകങ്ങളാണ് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഓരോ ഗ്യാസിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് അവിടെ മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഉറപ്പാക്കണം. അതായത് ആ മെഡിക്കൽ വാതകങ്ങൾ മറ്റു വേറെ വല്ല കാര്യങ്ങൾക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആ ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്, കൃത്യമായിട്ടുള്ള സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഉറപ്പാക്കേണ്ടതും സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ചുമതലകളാണത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അത് തന്നെ, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ എമർജൻസി റെസ്പോൺസ് പ്ലാൻ അഥവാ ERP. അതൊക്കെ ഒന്ന് ഫുൾ ഫോം ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ചിലപ്പോൾ അത് ചോദിക്കാം. ERP എന്താണ്? എമർജൻസി റെസ്പോൺസ് പ്ലാൻ ഓർ അതർ റിലവന്റ് ലിറ്ററേച്ചർ ഇസ് മെയ്ഡ് ക്വിക്കലി അവൈലബിൾ ടു ദ സ്റ്റാഫ്. എന്താണ് പറയുന്നത്? ഓരോ മെഡിക്കൽ വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ എമർജൻസി റെസ്പോൺസ് പ്ലാൻ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യമായിട്ട് വരും അല്ലെ. ഇത്തരത്തിലുള്ള മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിലവന്റ് ലിറ്ററേച്ചറും അവിടുത്തെ സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്ന രീതിയിൽ കൊടുത്തിരിക്കണം. ഓക്കെ, കാര്യം അവരാണത് കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ലിറ്ററേച്ചർ അതെ കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരും. അത് എത്രയും പെട്ടെന്ന് സ്റ്റാഫുകൾക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? സൂപ്പർവൈസർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? പ്രൊവൈഡ് ദ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ദാറ്റ് മീൻസ് PPE. ഓക്കെ, അതായത് ഈ പറയുന്ന സ്റ്റാഫുകൾക്കും അവിടുത്തെ വിസിറ്റേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലാബ് കോട്ട്സ്, സേഫ്റ്റി ഗ്ലാസ്, സേഫ്റ്റി ഷൂസ് പോലെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് എന്നാണ് കേട്ടോ. സ്റ്റാൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സ്റ്റാഫ് എന്നാണ് കേട്ടോ. പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് ശരിയായ മേൽനോട്ടം വഹിക്കാൻ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ മുന്നോട്ട് നയിക്കാൻ, അവർക്ക് വേണ്ട സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇദ്ദേഹമാണ് കേട്ടോ.
അടുത്തത് എന്താണ്? ensure staff and visitors adhere to applicable occupational health and safety regulations for the use of compressed gases. കേട്ടോ, ഇതാണ് പറയുന്നത്. ഈ പറയുന്ന സ്റ്റാഫുകള് അല്ലെങ്കിൽ മറ്റുള്ള വിസിറ്റേഴ്സുകള് അവർക്ക് ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുന്നതിനായിട്ടുള്ള ഒരു ഒക്യുപേഷണൽ ഹെൽത്ത്, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാവിധ സേഫ്റ്റി റെഗുലേഷൻസ് അവർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമുക്കറിയാം ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകളുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില എന്താ പറയുക അത്യാവശ്യം ഹെൽത്തി ആയിരിക്കണം ആളുകൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ആസ്മ, അലർജി അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരം മെഡിക്കൽ വാദങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു. ഇപ്പോഴും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒക്യുപേഷണൽ ഹെൽത്ത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് അവർക്കുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധ സേഫ്റ്റി റെഗുലേഷൻസുകളും അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാക്കേണ്ടത് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെന്താണ്? ഇൻവെസ്റ്റിഗേറ്റ് reported incidents to determine the cause and to develop active preventive measures to lessen a recurrence. ഞാൻ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമിൻ ദ കോസ്. അല്ലെ, ഇപ്പോ ഈ മെഡിക്കൽ വാതകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ കംപ്രസ്ഡ് വാതകങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രതികൂലമായിട്ട് എന്തെങ്കിലും അപകടങ്ങളോ മറ്റെന്തെങ്കിലും പ്രതികൂല സംഭവങ്ങൾ അത് തന്നെ ലീക്കേജ് ഒക്കെ പോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻസിഡൻസുകൾ കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം ടു ഡെവലപ്പ് ദ ആക്റ്റീവ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എ റിക്കറൻസ്, പിന്നീട് റിക്കർ ചെയ്യാതിരിക്കാനുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളും ഡെവലപ്പ് ചെയ്യുക. കാര്യം ഇങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുമ്പോൾ അതുമായിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് റിക്കർ ചെയ്യാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യാം. അത് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്. Keep active records relating to the handling and use of compressed gases. That includes an up-to-date inventory, training records and reported incidents. അതോടൊപ്പം ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകൾ കൈകാര്യം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും അവിടെ കീപ്പ് ചെയ്തിരിക്കണം കേട്ടോ. എല്ലാ റെക്കോർഡും എന്ന് പറയുമ്പോൾ എന്തൊക്കെ റെക്കോർഡുകളാണ്? ദാറ്റ് ഇൻക്ലൂഡ്സ് up-to-date inventory. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ്. up-to-date inventory, അത് കൃത്യമായിട്ടുള്ള സ്റ്റോക്കിന്റെ മറ്റും കണക്കും കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡുകൾ. ട്രെയിനിങ് റെക്കോർഡ്, അതായത് നമ്മൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന പരിശീലന റെക്കോർഡുകൾ. ആൻഡ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. ഇങ്ങനെയുള്ള എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? സൂപ്പർവൈസർക്കാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? എളുപ്പമുള്ള പോയിന്റുകളാണ് കേട്ടോ. അടുത്ത ആളുടെ നോക്കാം. ഓക്കെ ആണല്ലോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ കേട്ടോ. ഇനി ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? മനസ്സിലായ ആളുകൾ ക്ലാസ്സിൽ ഉണ്ടാവും. മനസ്സിലാകാത്തവര് ഒരാളുണ്ടെങ്കിൽ അവർ പറയണോട്ടോ, അവരുടെ ആശയമാണത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റുകൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ആ ആള് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. ഓക്കെ, അടുത്തത് കേട്ടോ, ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ. നമുക്കറിയാം ആ സോഴ്സിനോടനുബന്ധിച്ച് വാതക സിലിണ്ടറുകളും കൺട്രോൾ പാനലും അല്ലെ, ഈ പറയുന്ന വാർണിംഗ് അലാം സംവിധാനം ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മാനിഫോൾഡ് സിസ്റ്റം, മാനിഫോൾഡ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അത് എളുപ്പമുള്ള പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ്
he will make sure that all the cylinders in the manifold rooms are okay. ഒന്നുമില്ല, അതായത് ആദ്യം തന്നെ രാവിലെ തന്നെ വരുമ്പോ മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? മാനിഫോൾഡ് റൂമിനകത്തുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണോ എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അല്ലെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ആദ്യം രാവിലെ തന്നെ ചെല്ലുമ്പോൾ തന്നെ മാനിഫോൾഡ് റൂമിനകത്തുള്ള എല്ലാ സിലിണ്ടറുകളും, എല്ലാ കൺട്രോൾ പാനലുകളും, അലാം സംവിധാനം എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തണം കേട്ടോ. രണ്ടാമത്തത്, he will open the number of cylinders to ensure the correct pressure in the pipelines. അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കറിയാലോ, ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ മെഡിക്കൽ വാതകങ്ങളെയും പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ഈ പൈപ്പ് ലൈനിലൂടെ ഒരു കറക്റ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ അദ്ദേഹം ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് അവർ കറക്റ്റ് ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ ഗ്യാസിനെ കടത്തിവിടാൻ. അപ്പൊ അതിന് ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് എത്ര സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്ത് വെക്കണം, അത് കറക്റ്റ് ആയിട്ട് അദ്ദേഹം ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. He will open the number of cylinders to ensure the correct pressure in the pipelines. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, he will be using cylinders from one side of the manifold cylinders bank. ബ്രാക്കറ്റിൽ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് കേട്ടോ. സൈഡ് അല്ല, സൈഡ് ആണ് കേട്ടോ. റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അതായത് രണ്ട് ബാങ്കുകളിലായിട്ടാണ്, രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് നമ്മളുടെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത്. വൺ ഈസ് ബാക്കപ്പ് ടു ദ അതർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അതായത് രണ്ട് ബാങ്കുകളിൽ എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റത്തിലായിട്ട് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സൈഡ്, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടറുകളാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. പ്രത്യേകിച്ച് മാനിഫോൾഡ് ഓപ്പറേറ്റർ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് അറ്റ് എ ടൈമിൽ നമ്മൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്നുള്ള സിലിണ്ടറുകളാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തേണ്ടത്. ഏത് സൈഡ് എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കുക. റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. എന്തായാലും ഒരു സമയത്ത് നമ്മൾ ഒരു സൈഡ്, ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടറുകൾ മാത്രമേ അവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? The cylinders of the other side should be dispatched as soon as all the cylinders of that bank are empty. അപ്പോ നിലവിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്കിലെ അല്ലെങ്കിൽ നിലവിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിലെ സിലിണ്ടറുകളെല്ലാം കാലിയായതിനു ശേഷം മാത്രമേ മറു സൈഡിലുള്ള സിലിണ്ടറുകൾ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ പഠിച്ചല്ലോ, രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് അവിടെ സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു സമയം നമ്മൾ ഒരു സിസ്റ്റം, ഒരു ബാങ്കിൽ നിന്നുള്ള സിലിണ്ടറുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കാം. അവിടുത്തെ സിലിണ്ടറുകൾ കാലിയായതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത മറു സൈഡിലുള്ള സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സിലിണ്ടേഴ്സ് ഓഫ് ദ അതർ സൈഡ് ദാറ്റ് ഷുഡ് ബി ഡിസ്പാച്ച്ഡ് ആസ് സൂൺ ആസ് ഓൾ ദ സിലിണ്ടേഴ്സ് ഓഫ് ദാറ്റ് ബാങ്ക് ആർ എംപ്റ്റി. നിലവിൽ ഉപയോഗിക്കുന്ന ബാങ്കിലെ സിലിണ്ടറുകൾ എംപ്റ്റി ആയതിനു ശേഷം മാത്രമേ മറു സൈഡിലുള്ള എന്താ പറയാ സിലിണ്ടറുകൾ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതൊക്കെ മാനിഫോൾഡ് ഓപ്പറേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെന്താണ്? he will check all cylinders for leakage using soap water mixture. അതോടൊപ്പം തന്നെ എല്ലാ സിലിണ്ടറുകളുടെയും ലീക്കേജ് അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തുപയോഗിച്ചുകൊണ്ട്? സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ലീക്കേജ് ടെസ്റ്റ് അതന്നെ കുമിള വരും. അതന്നെ, അതായത് നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലീക്കേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം? സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സിലിണ്ടറുകളുടെ ലീക്കേജിൽ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു സോപ്പ് സൊല്യൂഷനോ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ഇത്രയും കോൺസെൻട്രേഷൻ, ഇത്ര വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് പ്രത്യേക കോൺസെൻട്രേഷൻ പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ സോപ്പ് വാട്ടർ മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് നോക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ കുമിളകള് ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവിടെ ലീക്കേജ് ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അതാകുമ്പോ വേറെ ബുദ്ധിമുട്ടുകളോ മറ്റുള്ള അപകടങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഇത്തരം ലീക്കേജിൽ പരിശോധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത്, അല്ലാണ്ട് ഒരിക്കലും എന്തുപയോഗിക്കരുത്? നേക്കഡ് ഫ്ലെയിം ഒന്നും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്? ഫ്ലെയിം ലീക്കേജ് ടെസ്റ്റ് ചെയ്യരുത് കേട്ടോ.
പിന്നെ പറയുന്നത് he will maintain a stock of needed instruments with him in the manifold room. അതോടൊപ്പം തന്നെ ഈ മാനിഫോൾഡ് റൂമിൽ ആവശ്യത്തിന് മാനിഫോൾഡ് റൂമിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളും അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, സ്റ്റോക്ക് ചെയ്തിരിക്കണം. കാര്യം അറിയാലോ, മാനിഫോൾഡ് റൂം എന്ന് പറയുമ്പോൾ എല്ലാ വാതക സിലിണ്ടറുകളും കൺട്രോൾ പാനലുകളും വാൽവുകളും അലാം സംവിധാനം ഇതെല്ലാം ഉള്ള ഒരു റൂമാണ് മാനിഫോൾഡ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനിഫോൾഡ് റൂമിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അത്യാവശ്യം നീഡഡ് ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ആരുടെ കൈവശം ഉണ്ടായിരിക്കണം, മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂം he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from the staff appointed there. അതുകൂടാതെ ഇദ്ദേഹം എന്ത് ചെയ്യണം, എല്ലാ റൂമുകളും ചെക്ക് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഹോസ്പിറ്റൽ ഒന്ന് റൗണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ ഓൾ ദ ഔട്ട്ലെറ്റ്സ്. ഔട്ട്ലെറ്റുകളിലൂടെയാണല്ലോ ഗ്യാസിന്റെ സപ്ലൈ മറ്റും നടക്കുന്നത്. അപ്പൊ എല്ലാ ഔട്ട്ലെറ്റ്സുകളും ഒന്ന് ജസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് ഫംഗ്ഷനിങ് ഫ്രം ദ സ്റ്റാഫ് അപ്പോയിന്റഡ് ദർ. ഓരോ ഔട്ട്ലെറ്റ്സിന്റെ നോക്കാനായിട്ട് സ്റ്റാഫുകൾ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ആ സ്റ്റാഫുകളുമായിട്ട് ഡിസ്കസ് ചെയ്തതിന്റെ സ്റ്റാഫുകൾ കണ്ടിട്ട് അതിന്റെ ഫംഗ്ഷനിങ്ങും മറ്റുമൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം നോക്കിയേക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എങ്കിലും എല്ലാ ഔട്ട്ലെറ്റ്സുകളും അദ്ദേഹം ഒന്ന് ഓൾറൗണ്ട് ചെക്കിങ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരിൽ നിന്നും അവിടുത്തെ ഫംഗ്ഷനിങ് എല്ലാം പ്രോപ്പർ ആണോ, ഓക്കെ ആണോ, സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്യുന്നു കേട്ടോ. അടുത്തത് he will repair or arrange to repair any deficiency in the outlets or in the pipeline that includes main manifold room. നമ്മുടെ മെയിൻ മാനിഫോൾഡ് റൂം ഉൾപ്പെടെ ഏതെങ്കിലും ഔട്ട്ലെറ്റ്സുകളിലോ അല്ലെങ്കിൽ പൈപ്പ് ലൈനിലോ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്തതിനുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. കാര്യം നിങ്ങൾ ഓൾറൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഔട്ട്ലെറ്റ്സുകൾ മറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഔട്ട്ലെറ്റുകൾ എന്തെങ്കിലും കംപ്ലൈന്റുകളോ കേടുപാടുകളൊക്കെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതും മെയിൻ മാനിഫോൾഡ് റൂം ഉൾപ്പെടെയുള്ള പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലും എന്തെങ്കിലും കേടുപാടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ആര് ചെയ്തിരിക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. he will repair or arrange to repair any deficiency in the outlets or in the pipeline that includes the main manifold room. Okay. അടുത്ത പോയിന്റ് he will place order for refilling of the cylinders in consultation with the authorized officer. അതോടൊപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള അധികാരപ്പെട്ട ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം എംറ്റി ആയിട്ടുള്ള സിലിണ്ടറുകൾ, കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുന്നതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ. അദ്ദേഹമാണല്ലോ, അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഏതൊക്കെ സിലിണ്ടറുകൾ അവിടെ കാലിയാവുന്നുണ്ട്, എത്ര സിലിണ്ടറുകൾ സ്റ്റോക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ എപ്പോഴും ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എംറ്റി ആയിട്ടുള്ള സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുന്നതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. അടുത്ത പോയിന്റിലാണ് he will also look after of the nitrous cylinders in the operation theaters if there is no central supply of this gas. He will also make sure that the supply of oxygen in other areas without the central pipeline. വേറൊന്നും അവിടെ പറയുന്നത് ഇപ്പൊ സെൻട്രൽ പൈപ്പ് ലൈൻ സപ്ലൈ ഇല്ലാത്ത ചില ഏരിയകളിൽ ഇപ്പോ ഓക്സിജൻ സപ്ലൈ വന്നു, അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസിന്റെ ആവശ്യം വന്നു, അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ക്രമീകരണങ്ങളും മറ്റും ചെയ്യേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. അതായത് ഇപ്പൊ എല്ലാവർക്കും സെൻട്രൽ സപ്ലൈ ഇല്ലാത്ത ചില ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓക്സിജൻ ആവശ്യമായിട്ട് വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നൈട്രസ് ഓക്സൈഡ് ആവശ്യമായിട്ട് വന്നു, അവിടെ സെൻട്രൽ സപ്ലൈ ഇല്ല. ദാറ്റ് മീൻസ് പൈപ്പ് ലൈൻ സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ നമ്മൾ സിലിണ്ടറുകൾ മറ്റവിടെ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് he will also help OT technician. OT എന്ന് വെച്ചാൽ അറിയാലോ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ in the maintenance of the boils machine. In the maintenance of the boils machine. അപ്പൊ സംശയം എന്താണ് ബോയിൽസ് മെഷീൻ?
ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്. അത് തന്നെ അനസ്തേഷ്യ മെഷീൻ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡെലിവർ ദ അനസ്തേഷ്യ ഡ്യൂറിംഗ് ദ സർജറി. നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഈ അനസ്തേഷ്യ ഒക്കെ ഡെലിവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. ബോയിൽസ് മെഷീൻ ആണ് എന്ന് പറയാം കേട്ടോ. ഓർക്കണേ, ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർജറിയുടെ സമയത്ത് അനസ്തേഷ്യ കൊടുക്കണമല്ലോ. ഈ അനസ്തേഷ്യ ഗ്യാസ് ഒക്കെ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു മെഷീൻ ആണ്, അതൊരു ഡിവൈസ് ആണ് ഇത് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഹി വിൽ ആൾസോ ഹെൽപ്പ് ടു OT ടെക്നീഷ്യൻ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബോയിൽസ് മെഷീൻ. അതായത് ഇത്തരം ബോയിൽസ് മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ, അടുത്തതോ ആൾട്ടറിംഗ് ദ വാട്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. ആൾട്ടറിംഗ് ദ വാട്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. അതായത് വാർഡുകളിൽ സിലിണ്ടറുകളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ ആൾട്ടർ ചെയ്യാൻ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഉത്തരവാദിത്തം മാനിഫോൾഡ് ഓപ്പറേറ്റർക്കാണ്. അതുപോലെ ഓൾ ദ മേജർ പ്രോബ്ലംസ് ആർ ടു ബി ബ്രോട്ട് ടു ദ അഡ്മിനിസ്ട്രേറ്റർ സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്തരം മെഡിക്കൽ വാതകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും മേജർ പ്രോബ്ലംസുകൾ, പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഞാനിന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോ നിങ്ങൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ വാതകങ്ങൾ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗിക്കുന്ന റൂമുകൾ, ഏരിയകൾ ഏതൊക്കെയാണ്, പിന്നെ ഓരോ മെഡിക്കൽ വാതകങ്ങളും ഏതെണ്ണമാണ് പഠിച്ചത് കേട്ടോ. ഏതും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മെഡിക്കൽ വാതകങ്ങളും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കമ്പോണൻസുകൾ കേട്ടോ, ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്, പിന്നെ കളർ കോഡ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കേട്ടോ. ബാക്കി നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസുകളാണ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ 2 ചാപ്റ്ററും കൂടിയാണ് എനിക്ക് എടുക്കാനുള്ളത്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുക്കാനുണ്ട്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും ഈ 2 ചാപ്റ്ററുകളാണ് എനിക്ക് എടുക്കാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് വ്യാഴാഴ്ച നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.